കണ്ടോ ഞാൻ ഇന്ന് നിത്യവഴുതന വിളവെടുത്തത്. നിത്യവഴുതന ഇത് 2 തോരനുണ്ട്, അത്രക്കുണ്ട്. ഇതെല്ലാ ഭാഗവും നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പൊ നിത്യവഴുതന എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ A to Z വരെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം. വെരി ഗുഡ്. ഇതാണ് എൻ്റെ നിത്യവഴുതന. നിത്യവഴുതന നിലത്താ നട്ട് കേട്ടോ. ഇതാ പടർന്ന് ഇതിന് വള്ളി വീഴ്ച നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ്ക്കും. കണ്ടോ മേലോട്ട് പോയിട്ട് മൊത്തം പൂവും കായുമാണിത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഇപ്പം നട്ട് ഉച്ചയായിട്ട് ഈ വെളിച്ചത്ത് താഴെ നിന്ന് തുടങ്ങും. താഴെ നിന്ന് ഒരു കമ്മൽ, പണ്ടത്തെ കമ്മലൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് നിത്യവഴുതന തന്നെ കാണുമ്പോൾ. എന്നാ ഞാൻ ഇന്ന് വിളവെടുക്കുന്നുണ്ട്. മൂത്തുപോയ ഒന്നിനും പറ്റൂല. കണ്ടില്ലേ കയറിപ്പോണേ. ഞാൻ മേലോട്ടൊരു കയറ് കെട്ടിക്കൊടുത്തതാ. ഇതൊരു 10 തൈ അങ്ങ് നട്ടു കൊടുത്താൽ നമുക്ക് വേറെ ഒന്നും അന്വേഷിക്കണ്ട. ഇഷ്ടം പോലെ ദിവസം വിളവെടുക്കാനുണ്ടാവും. ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാട്ടോ. ഞാൻ ദിവസേന നടീലുമായിട്ട് വരുന്നുണ്ട്. 2-3 ദിവസം കൂടെ വിളവെടുപ്പ് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ പൂക്കളും കാണിക്കുന്നുണ്ട്. പൂക്കളെ കാണിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കമൻറ്റ് കാണാം, നിങ്ങൾ നിത്യവഴുതിന നടീലൊന്ന് കാണിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ നിത്യവഴുതിന വിളവെടുത്ത് കാണിക്കുമ്പോൾ അതിനുള്ള താഴെ മറുപടിയാണ് പറയുന്നത് കേട്ടോ, കമൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ നിത്യവഴുതിന ഒന്ന് നടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിത്യവഴുതിന ഞാൻ മുളപ്പിച്ചത് ഇതാ, പ്ലാവിൻ്റെ ഇല കുമ്പിള് കുത്തി മണ്ണ് നിറച്ച് അതിലേക്ക് വിത്തിട്ട് കൊടുത്തിരുന്നു. ഇതിപ്പോൾ ഒരു 4 ദിവസമായി 5 ദിവസമായി നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടോ, നല്ല ഉഷാറിൽ കരുത്തിൽ മുളച്ച് വന്നത് കണ്ടില്ലേ. ഇത് ഉരുളക്കിഴങ്ങ് മുളച്ചതാ, ഉരുളക്കിഴങ്ങ് നട്ടതായിരുന്നു ഇത്. അപ്പം സിമെന്റ് ചാക്കിൽ അതിൻ്റെ ചുറ്റും ഞാൻ കുത്തി കൊടുത്തായിരുന്നു. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കുമ്പിള് കുത്തി മറിഞ്ഞു വീഴും. അപ്പം ഞാൻ ആ സൈഡിലേക്ക് അങ്ങ് ആക്കി കൊടുത്തു. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിത്ത് നനയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചെടിക്കും കിട്ടിക്കോളും. അങ്ങനെ 2 ഗുണമുണ്ട് ഒരു നനക്കലിന്. നല്ല കരുത്തുള്ള തൈ ഉണ്ടായി കണ്ടോ. ഇതെല്ലാം എടുത്ത് നടട്ടെ. കണ്ടോ എല്ലാത്തിനും വേര് വന്നു. ഫുൾ വേരായിപ്പോയി. അധികം ദിവസമൊന്നും ആയില്ല, എന്നാലും വേര് പിടിച്ചു. ഞാൻ നിത്യവഴുതിന നടുന്നത് ചാക്കില. നിലത്ത് നട്ടതുണ്ട് എൻ്റെ കേട്ടോ. നിലത്ത് നട്ടതാണ് ഇപ്പം വിളവെടുത്തത്. അപ്പം നിലത്ത് നട്ടതും ഉണ്ട്, പിന്നെ ചാക്കിൽ നടട്ടെ എന്ന് വിചാരിച്ച്. കുറേ സ്ഥലമില്ലല്ലോ. അപ്പം ഞാൻ സൈഡിലൊക്കെ മുറ്റത്തൊക്കെ വെക്കാം ചാക്കിൽ. ഇപ്പം സിമെൻറ്റ് ചാക്ക് ഇങ്ങനെ എടുത്ത് അടിഭാഗം ഇങ്ങനെ കെട്ടിയിട്ട് റൗണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെരിഞ്ഞു കഴിഞ്ഞാൽ വീണു പോവും. ഇത് പിന്നെ ഈ നിത്യവഴുതനക്ക് ഫുൾ ചാക്ക് വേണ്ട, പകുതി മതി. കട്ടി മിക്സ് നിറക്കുന്നത് ഇതാ കരിയിലയാ. അടിച്ചു വാരിയിട്ട് ദിവസേന മൂലയിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടു. ഇത് തറവാട് ഭാഗം കേട്ടോ. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തല്ല. അപ്പം തറവാടിൻ്റെ ഇവിടെ വാടകയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ അടിച്ചു വാരി ഇങ്ങനെ കൂട്ടിയിരുന്നത് ഞാനിങ്ങ് എടുക്കും. എനിക്ക് വലിയ അനുഗ്രഹം അത്. എനിക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട, നല്ല കരിയില കിട്ടും. അപ്പം നമ്മൾ കരിയിലയിൽ പണിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം മഴക്കാലമൊന്നും അല്ലെങ്കിലും ഗ്ലൗസ് ഇടുമ്പോഴും ശ്രദ്ധിക്കാണ്ട്. നമ്മളൊരു ദിവസം പണിയെടുത്ത് ഗ്ലൗസ് അവിടെ കൊണ്ടുപോയി ഇടും. പിന്നെ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. 8 കാലിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ, 8 കാലി. പിന്നെ വേറെന്തോ ഒരു പേര് മറന്നു വരുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് ഇത് ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്ത് കിട്ടി. ഒത്തിരി മണ്ണ്, കുറച്ച് മതി. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ വാഴൻ്റെ ഉണങ്ങിയ ഇലയൊക്കെ ഇങ്ങനെ വേഗം അങ്ങോട്ട് വിഘടിച്ചിട്ട് ചീഞ്ഞ് മണ്ണായി മാറും. ഇപ്പോൾ ഒരു ലെയർ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഓറെ കരിയിൽ അതും ഇതും കുറച്ച് മണ്ണും വീണ്ടും തന്നെ ഇടാൻ പോകണം കേട്ടോ. നിത്യവഴുതനക്ക് ഈ ചാക്കിൻ്റെ വിസ്താരവും ഹൈറ്റും ഒക്കെ ഒത്തതാ. അധികമൊന്നും ഉണ്ടാവില്ല, അധിക കാലം നിൽക്കിയില്ല. വേഗം വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം പോകും. പിന്നെ വേഗം നമ്മൾ എന്താക്കുക അറിയോ, അതിൻ്റെ വിത്തെടുത്തിട്ട് പുതിയത് ഉണ്ടാക്കുക. ഞാൻ വാങ്ങിയത് 20 രൂപ കൊടുത്തിട്ടാണ് ഒരു തൈ.
നേഴ്സറി പോയിട്ട് ഇത് കൊതിയായിട്ട് അന്നേരം ഞാൻ അങ്ങനെ ഓരോരുത്തർ വിളവെടുക്കുന്നത് കാണുമ്പോൾ എനിക്കില്ല. എന്നിട്ട് എനിക്ക് ഞാൻ കടയിൽ പോയി നഴ്സറി പോയി ചോദിച്ച പോലെ ഇതെന്താ വെച്ച് ഞാൻ ഇത് നിത്യവഴുതനേറെ കേട്ട പാടെ ഞാൻ പറഞ്ഞു എനിക്ക് 5 എണ്ണം വേണം. നോക്കുമ്പോൾ അതിന് 20 റുപ്യ. അപ്പം എനിക്ക് 2 എണ്ണം വാങ്ങി തന്നു. ബാക്കിയുള്ളതിനൊക്കെ 2.5. നിത്യവഴുതന 20. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടാക്കി വിളവെടുത്ത് കുറേ വിത്തങ്ങ് ഉണ്ടാക്കി. ഇവിടെ വിത്ത് പാകിയത് ഞങ്ങൾ കണ്ടത്. ഞാൻ തൈ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണിച്ചു തന്നല്ലോ. എന്നിട്ട് ഞാൻ മെല്ലെ തറവാട്ടിൽ നിന്ന് അല്ല താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ബക്കറ്റില്ല, ഒന്നും ആയിട്ടൊന്നുമില്ല. നടന്ന് വരുമ്പോൾ ഞാൻ ബക്കറ്റിൽ ഇട്ടതാ ഒന്നിങ്ങോട്ട് വളയുന്നുണ്ട്. ഇതാ പ്ലാവിൻ്റെ ഇലയിൽ കുമ്പിള് കുത്തി മണ്ണ് നിറച്ച് ഇതാട്ടത് കണ്ടോ. നല്ല ഉഷാറ്. വേര് പുറത്ത് ചാടിയതാ മൊത്തം. ഫസ്റ്റിലെടുത്തതിന് വേരിടുക പുറത്ത് ചാടിയ കാണുന്നുമില്ല. അതാ ഇതൊക്കെ ചാടിയതാ കണ്ടില്ലേ വേര്. നിങ്ങൾ വിചാരിക്കൂ പ്ലാവിൻ്റെ ഇലയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിൽ. കണ്ടതൊക്കെ ഉണക്ക. അവിടെ ഒന്നും മണ്ണ് എത്തുന്നില്ലല്ലോ പുറത്തു നിന്ന്. അടിഭാഗം പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ ഉരുളക്കിഴങ്ങ് നട്ടയുടെ ചുറ്റും അത് നനക്കുമ്പോൾ ഇത് അങ്ങനെ കുറച്ചൊരു ചീച്ചിലുണ്ട്. അതുകൊണ്ടാണ് പുറത്ത് വേര് ചാടിയത്. ഇനി നമുക്കൊന്നും ചെയ്യണ്ട. ഇത് ഇതേപോലെ കൊണ്ടുപോയി നടാം. ഇതേപോലെ കൊണ്ടുപോയി നടുകയും ചെയ്യുക. പിന്നെ ഇതേപോലെ കൊണ്ടുപോയി വലിച്ചു ഊരിയിട്ട് പൊട്ടിക്കുന്നുള്ള പേടി വേണ്ട. പുതിയ ആൾക്കാർക്കൊക്കെ അത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പുതിയ ആൾക്കാർക്കൊക്കെ ഇത് ഫസ്റ്റാ. കണ്ട എന്ത് ഭംഗിയാലേ. എത്ര ഉണ്ട് മൊത്തം ഉണ്ട്. ഒന്നും കേടുകൂടാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബക്കറ്റിൽ മെല്ലെ വെച്ചിട്ട് കൊണ്ടുവന്നതാ ഇവിടേക്ക്. അത് നമ്മളെ കൺമുമ്പിലായിരിക്കണം. വിത്ത് പാകുന്നൊക്കെ എപ്പം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണ്ടേ. പിന്നെ ഉച്ച വീർന്നോ നോക്കണോ. ഇത് കുറച്ച് വേറെ സ്ഥലമാണല്ലോ. അത് നടത്തായിട്ടേ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നടാൻ നോക്കട്ടെ കേട്ടോ. ഇതാ ഞാൻ ഉഷാറായി നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് വെച്ചു. ഞാൻ ചുറ്റും മണ്ണിട്ടാൽ മതി. ഒന്ന് വെച്ചു. ഒന്നും കൂടി നടുക. 2 എണ്ണം പറ്റും. ഞാനിന്ന് ഇഷ്ടം പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. നിറച്ചും ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. പേടിയാ എടുക്കുമ്പോൾ. ഇതുവരെ നമ്മൾ പോച്ചുണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഒന്നും വരാതെ നിൽക്കണം. ഇതൊക്കെ ജൈവവളമായി മാറിക്കോളല്ലോ. നമുക്ക് ഭൂമിയെ തന്നെ നമുക്ക് സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് ഒന്നും വേണ്ട. ഇനി ഞാനിതിൽ ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുക്കട്ടെ. അവിടെ പിടിച്ച് നിൽക്കണമല്ലോ. ഇത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെങ്ങനെയാണ് വിത്ത് പാകുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. എന്നെപ്പോലെയാണോ ഇവിടെ നിൽക്കാൻ വേണ്ടി ചെയ്യുക? നമുക്ക് കയ്യോറിട്ടാൽ പാമ്പിനെയൊക്കെ പേടിയാന്ന് പറഞ്ഞാലും പണിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ എന്ത് ചെയ്യാനാ? പണി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കയ്യോറട്ടേ പറ്റൂ. ഒരു കുത്ത് കിട്ടിയാൽ നമ്മൾ പിന്നെ നടുവോ? പിന്നെ നമുക്ക് പച്ചക്കറിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ 2 എണ്ണം നട്ട്. ഇനി ഞാൻ 3 എണ്ണം വേണേൽ നടാം. പക്ഷേ ഞാൻ 2 എണ്ണേ നടുന്നുള്ളൂ. ഞാൻ വേറെ സിമെൻറ്റ് ചാക്ക് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട തൈകളാണ്. ഞാൻ തൈകൾ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടുക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. നിറയെ വേര എല്ലാത്തിനും. കണ്ടോ. ഇനി വേറെ ഇതിൽ ഇങ്ങനെ നിങ്ങൾ നട്ട് പയർ, വെണ്ട, ചീരക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. തക്കാളി എല്ലാം നമുക്ക് ഇങ്ങനെ നടാം. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള തൈകളാണ്. ഇതിപ്പോൾ ഞാൻ എത്ര ഉറുപ്പ്യ ഉണ്ട് ഇത് പൈസ കൊടുക്കുകയാണെങ്കിൽ 20 കഴിഞ്ഞല്ലോ. ഇന്നിപ്പോൾ 25 അണക്കമല്ലോ. ഞാൻ പോയി നോക്കിയില്ല. വിത്താണ് ഓരോരുത്തർ വാങ്ങിയത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന പോലെ ഞാൻ ചെയ്ത പോലെ പ്ലാവിൻ്റെ ഇലയിൽ നടാൻ വേണ്ടിയിട്ട്. താങ്ക്സ് കേട്ടോ. ഞാൻ ചെയ്യും പോലെ ഇഷ്ടത്തിൽ ചെയ്യുന്നവരുണ്ട്. കമൻറ്റ് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെ
നടുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരാ. ഈ ഗ്ലൗസ് ഇടയ്ക്കിടയ്ക്ക് ഊരണം, എന്തൊരു പ്രയാസം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മേലെ എന്താക്കുന്നത് അറിയോ, കുറച്ച് കരിയിലിട്ട് കൊടുക്കട്ടെ, നനച്ചാൽ ഇതാ പ്ലാസ്റ്റിക് ഉണ്ടാവും. പ്ലാസ്റ്റിക് ജമ്മു അന്ന് നോക്കിയിട്ട് കറിയിലൊക്കെ എടുത്ത് ചാടുക എന്നല്ലാതെ പ്ലാസ്റ്റിക്കിന് ഇവിടെ 50 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഹരിതകർമ്മസേന കൊണ്ടുപോകും. അവിടെ കൂട്ടി കൊടുത്താൽ മതി. കൈ എടുക്കുമ്പോഴൊക്കെ നമ്മൾ പച്ച കയ്യാ നല്ല കേട്ടോ. ഇതാകുമ്പോൾ ഇടക്കൊക്കെ ഒരു പിടുത്തത്തിനൊരു സുഖം കിട്ടൂല. അങ്ങനെ വിജയകരമായിട്ട് നിങ്ങൾ വിളവെടുപ്പ് കണ്ടില്ലേ? ഞാൻ വിളവെടുത്തത് ഒരു പ്രാവശ്യം ഒരു പാത്രം ഉണ്ടാവും വിളവെടുത്തത്. ഇത് മൂക്കാതെ വിളവെടുത്തു വേണം, അധികം മൂത്ത് പോയാൽ പറ്റൂല. അപ്പോൾ നമ്മൾ കുറേ നട്ടാൽ നമുക്ക് എപ്പോൾ ഉപ്പേരി വെക്കാണ്ടാവും, നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. അപ്പോൾ ഞാൻ നട്ടത് കണ്ടല്ലോ, ഇനി ഞാൻ അടുത്തത് ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ നടുന്നത്, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. എന്താ സൂപ്പറായിട്ട് മേലെ ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കരിയിലിട്ടതാണ്. അങ്ങനെ ബാക്കി 3 ചാക്കിൽ ഞാൻ കരിയില കുത്തി നിറച്ച്. ഇനി ഞാൻ അതിൽ നടാൻ പോകുന്നത്, നടുന്നതേ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കുത്തി നിറച്ചതൊക്കെ പഴയത് നിറച്ച പോലെ തന്നെയാണ്. നടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണിടണം, ഒന്ന് ലെവൽ ചെയ്യട്ടെ, ഒന്ന് ലെവൽ ചെയ്യണം. ഇങ്ങനെ കുത്തി നിറച്ചാലും കല്ലും പ്ലാസ്റ്റിക്കും പെടും, അതൊന്നും നോക്കണ്ട, തോട്ടല്ലേ. കല്ലും അങ്ങ് പൂക്കിക്കളിയാ. ഞാൻ ഗ്ലൗസ് ഊരി വെച്ചതാണ്, ഞാൻ നടാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങനെ നടട്ടെ കേട്ടോ. 3ലും ഇതാ നിറയെ വേര് വന്നത് കണ്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കുറച്ചങ്ങ് അമരുമ്പോൾ ഇതിലൊക്കെ ഭയങ്കര വേര് വന്ന് ഇതിൻ്റെ പഞ്ചറായും ചെയ്തിട്ടുണ്ട്. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഉഷാറിലുണ്ടാവട്ടെ, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം കിട്ടട്ടെ. ഓരോന്നിനും ഞാൻ വേര് കാണിച്ചു തരുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഇവിടേക്ക് ബക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ചതാ, ബക്കറ്റിൽ നിന്ന് എടുക്കാനൊരു പാട്. അപ്പോൾ സമയം പോകണ്ടെന്ന് വിചാരിച്ചാൽ ആദ്യം എടുത്ത് വെച്ചതാ. പുരേന്ന് എടുക്കുമ്പോൾ പേടിച്ചീനി. ഇത് അങ്ങനെ ഉഷാറിലുണ്ടാവട്ടെ, നല്ല കരുത്തിൽ എല്ലാവർക്കും കൊടുക്കാനൊക്കെ പാകത്തിന്. തിന്നാത്തവർ കുറേ പേരുണ്ട്. എന്താ ഭംഗിയായിട്ട് ഞാൻ നട്ടു. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടി മണ്ണിട്ടാട്ടെ, മണ്ണിട്ടങ്ങ് മൂടട്ടെ. അതിൻ്റെ ഇടയിൽ വന്ന് വെട്ടത് ഒക്കെ വെള്ളം അങ്ങ് എത്തിയാൽ ചീഞ്ഞ് പ്ലാവിൻ്റെ ഇലയും നമ്മൾ കാണൂല, ആ കോലത്തിലേക്ക് അത് മാറും. ഒക്കെ ജൈവമാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ നഴ്സറി പോവണ്ട, പൈസ ലാഭിക്കുക, സമയം ലാഭിക്കുക. നമ്മളെ കൺമുമ്പിൽ ഇത് വളരുന്നത് കാണാൻ, പൂവിടുന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. കുറേ പേര് പൂവും പോലും കണ്ടില്ല എന്നറിയുന്നുണ്ട്. ഇത് 2 തരം ഉണ്ട് പോലും, അതെനിക്കറിയില്ല. ഞാനൊരു തരം എൻ്റെ ഉള്ളൂ, എൻ്റേതൊരു വയലറ്റ് പൂവാ. പ്ലാവിൻ്റെ ഇല ഇനി മൂട, എന്താണെന്നറിയോ? ഇനി ചീഞ്ഞോട്ടെ. ആദ്യം മേൽഭാഗം ഞാൻ മൂടലില്ല. നമ്മൾ എത്തിയിട്ട് ഞാൻ അപകടം പറ്റരുത്. എന്താ അടിപൊളിയായിട്ട് ഞാൻ നട്ട് കഴിഞ്ഞു. നാല് ചാക്കിൽ, ഇന്നലെ 3 ചാക്കിൽ പാൽച്ചേമ്പ് നട്ടതായത്. ഇത് ഞാൻ ഇവിടുന്ന് മാറ്റും കേട്ടോ, ഇത് ഞാൻ ഇവിടുന്ന് ഇപ്പം മാറ്റും. പാൽച്ചേമ്പ് ഞാൻ നനച്ച കൊടുത്ത് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്.
ഇത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റുക, പെർമനൻ്റ് ആയിട്ട് വേറെ സ്ഥലത്താ. ഇപ്പം കണ്ടില്ലേ എൻ്റെ നിത്യവഴുതന നട്ടത് ഇന്ന് നിത്യവഴുതനയാണ്. അങ്ങനെ ഞാൻ നിത്യവഴുതന വിളവെടുക്കുന്ന കേട്ടോ. ഇതാണ് പാകം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഉഷാറിലുണ്ടാവട്ടെ എല്ലാവർക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഷാറിൽ വിളവെടുക്കാനാവട്ടെ ഇനിയും ഇനിയും. ഇത് നമുക്ക് തെരഞ്ഞു പിടിച്ച് വിളവെടുക്കണം. ഇതൊക്കെ വേണ്ടിയാകുമ്പോ നല്ല മൂപ്പെത്താത്ത നല്ലത്. എന്നാ നമുക്ക് ആ വിത്ത് വരെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. തോരൻ വെക്കാം. കുറച്ച് പണിയുണ്ട് കേട്ടോ വിളവെടുക്കാൻ. നോക്കി വിളവെടുക്കണം. മൂത്ത് പോയാൽ പിന്നെ പറ്റൂരല്ലോ. പിന്നെ എല്ലാവർക്കും വിത്താക്കി കൊടുക്കുക. ഒരു നന്മയാ. ഇതാ ഇത്രയും വിളവെടുത്തു കേട്ടോ. ഇനിയും ഉണ്ട്. ഞാൻ പിന്നെ അവിടെ ഇത്ര മതിയെന്ന് വിചാരിച്ചിട്ടാ. ഈ നാളെ വിളവെടുത്താൽ മതിയല്ലോ. നമ്മൾ തന്നെയല്ലേ, നമുക്ക് ഫ്രഷ് കഴിക്കാലോ. നോക്ക് എന്തൊരു ഭംഗിയല്ലേ നിത്യവഴുതന കാണാന്. ഇതാ കുറേ പേര് കണ്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതാണ് നിത്യവഴുതന. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ സ്ഥലത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്റെ നിത്യവഴുതനന്റെ എല്ലാതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ മുളപ്പിക്കുന്നതും നടുന്നതും വിളവെടുക്കുന്നതും എല്ലാം ഞങ്ങളെ കാണിച്ചു തന്നില്ലേ. അപ്പൊ എന്റെ നിത്യവഴുതന വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.